So we are the biggest center in this country for cadaveric organ transplantation, and so far in the last 3 to 4 years we have done more than 250 liver transplants from cadaver organs, in addition to the living donor liver transplants. Our success results are exemplary, and we have got more than 90% success results. എൻ്റെ പേര് തോമസ് ജോസഫ്. ഞാൻ കൊച്ചിയിലാണ് എൻ്റെ വീട്, സ്വദേശം. ഞാൻ കഴിഞ്ഞ 2.5 കൊല്ലമായി ലിവറിൻ്റെ കംപ്ലയിൻറ്റും ലിവറിനും കിഡ്നിനും കംപ്ലയിൻ്റായി നാട്ടിൽ ചികിത്സയിലായിരുന്നു. കുറച്ച് നാൾ മുമ്പാണ് ഞാൻ അവിടുത്തെ എൻ്റെ ഡോക്ടറെ പറഞ്ഞിട്ട് ചെന്നൈയിലേക്ക് വന്നത്. അപ്പോൾ റെഫർ ചെയ്തു. ഇവിടെ ഡോക്ടർ ആനന്ദ് കാക്കറയാണ് വന്ന് ഞാൻ ആദ്യം സമീപിച്ചത്. എൻ്റെ നാട്ടിൽ ഞങ്ങളുടെ ബന്ധുക്കളാരും തന്നെ എനിക്ക് എൻ്റെ ഗ്രൂപ്പായിട്ട് മാച്ച് ചെയ്യുകയോ എനിക്ക് കിട്ടുകയോ ഇല്ലാത്തതുകൊണ്ട് കിടാവറിന് ഇവിടെ തമിഴ്നാട്ടിൽ ഞാൻ ബുക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ വഴിയാണ് ബുക്ക് ചെയ്തത്. കുറച്ച് നാൾ വെയിറ്റ് ചെയ്തെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ മാസം 12-ാം തീയതി എനിക്ക് കിഡ്നിയും ലിവറും ഒരു കിടാവർ എനിക്ക് ലഭ്യമായി. ഇവരുടെ പെരുമാറ്റവും ഡോക്ടർമാരുടെ എന്നോട് പെരുമാറ്റം, ഇവിടുത്തെ മൊത്തം സ്റ്റാഫുകളുടെ പെരുമാറ്റവും വളരെ നല്ലതായിരുന്നു. എൻ്റെ പേര് ഷിജി എന്നാണ്. തോമസിൻ്റെ വൈഫാണ് ഞാൻ. 2 വർഷം എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ കേരളയിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ലിവറും കിഡ്നിയും കമ്പൈൻ സർജറി വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ അപ്പോളോ റെഫർ ചെയ്തത്. ഡോക്ടർ ഇവിടെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞങ്ങളിവിടെ വരികയും ഇവിടെ 1 വർഷത്തോളം ഞങ്ങളിവിടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ആ ടൈമിൽ കുറേ പ്രാവശ്യം ഞങ്ങൾക്ക് ടാപ്പിംഗ് ചെയ്യേണ്ടി വന്നുവെങ്കിലും ഞങ്ങൾക്ക് 99 ടൈം വരെയും ടാപ്പിംഗ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെയും നഴ്സുമാരുടെയും സ്റ്റാഫിൻ്റെയും എല്ലാം ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എൻ്റെ ഹസ്ബൻഡ് ഇത്ര നല്ല പെർഫെക്റ്റായിട്ട് എനിക്ക് തിരിച്ചു കിട്ടിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടെ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ കൈവിട്ടില്ല എന്നും ഉള്ളൊരു വിശ്വാസത്തിലും ഞങ്ങൾക്ക് ഈ മാസം ഞങ്ങൾക്ക് സർജറി ചെയ്യാൻ സാധിച്ചു. സർജറി സമയത്ത് ഏറ്റവും വേഗത്തിൽ സുഖം പ്രാപിക്കാനും ഒക്കെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടും ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെയും സ്റ്റാഫിൻ്റെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൊണ്ടും മാത്രമാണ് എനിക്കിത് പൂർണ്ണമായിട്ടും ആരോഗ്യത്തോടെ തിരിച്ചു കിട്ടിയതെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. മെൻ്റലി ആയിട്ടും നല്ലൊരു പവർ എൻ്റെ ഹസ്ബൻഡിന് ഇവിടെ നിന്നാണ് കിട്ടിയത്. അല്ലെങ്കിൽ മെൻ്റലി ഡിപ്രഷൻ ആയാനേ. പക്ഷേ അത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രം നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും സർജറി നല്ല വിജയകരമാക്കി തീർക്കാനും സാധിച്ചു. എന്നും ഞങ്ങൾ രണ്ടുപേരും ഈ ഹോസ്പിറ്റലിനോടും സ്റ്റാഫിനോടും ഡോക്ടേഴ്സിനോടും എല്ലാം നന്ദിയുള്ളവരായിരിക്കും. ഈ 1 ഇയറായിട്ട് ഞങ്ങൾ മന്ത്ലി 3 ടൈംസ് അല്ലെങ്കിൽ 2 ടൈംസ് ഇവിടെ ടാപ്പിങ്ങിന് വേണ്ടി അഡ്മിഷൻ ചെയ്യുമായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഡിസ്ചാർജ് ടൈമിൽ മാത്രം ഒരു ബുദ്ധിമുട്ട് ഇവിടെ അനുഭവപ്പെട്ടിട്ടുള്ളൂ. അത് രാവിലെ ഡിസ്ചാർജ് പറഞ്ഞാലും അത് ഈവനിങ് വരെ ആവും. അപ്പോൾ ഞങ്ങൾക്ക് ഒരു 2 ഡേയ്സ് അത് അഡ്മിഷനായി പോകാറുണ്ട്. അത് സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്കത് തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ദിവസത്തേക്കാണ് ടാപ്പിങ്ങിന് വരണതെങ്കിലും രാവിലെ ഡോക്ടേഴ്സ് ഡിസ്ചാർജ് പറഞ്ഞാലും അത് നീട്ടി വൈകുന്നേരം ആകും. ആ ഒരു ഇത് മാത്രം ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഇവിടെ തോന്നിയിട്ടുള്ളൂ. പിന്നെ ഫാർമസി ഇത്തിരി സ്പീഡായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇതും കൂടെ സജസ്റ്റ് ചെയ്യണുണ്ട്. വേറെ ഒരു കാര്യം തന്നെ പറയണമെങ്കിൽ ഗ്ലൗസ് സേഫ് ഹാൻഡ്സ് ആണ് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് തന്നിരുന്നത്. അപ്പോൾ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഗ്ലൗസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ബില്ലിംഗ് സെക്ഷനിൽ ഞങ്ങളത് ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അവർ ലൂസായിട്ടുള്ള ഓരോ പീസായിട്ടുള്ള ഒരു ബോക്സാണ് തന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് സ്റ്റെറൈലായിട്ടുള്ളത് വേണം, ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻറ്റിനാണെന്ന് പറഞ്ഞപ്പോൾ അവർ കുറേ പിന്നെ സ്റ്റോറിൽ നിന്ന് അവരെനിക്കത് എടുത്തു കൊണ്ടുവന്ന് തരെയെങ്കിലും പക്ഷേ ഞാൻ അവിടെ കുറേ അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. 1 അവറെന്ന് പിന്നെ 1 അവറോളം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ അവർ പറഞ്ഞു എന്തോ ബില്ലിംഗ് പ്രോബ്ലം ഉണ്ട്, വീണ്ടും ഒരു ½ ആൻ അവർ മോർ ടൈം കൂടി വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാകും. അതുമാത്രം അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്തുള്ളൂ. ബാക്കി എല്ലാത്തിലും ഞങ്ങൾ എല്ലാം നല്ല ഒരു അഭിപ്രായമാണ്.